നല്ല ചൂടുള്ളൊരു വാർത്തയുണ്ട്. വി.ഡി. സതീശനും രമേശ് ചെന്നിത്തലയും സഹോദരങ്ങളാണ്. മൂത്തയാൾ ചെന്നിത്തലയാണെങ്കിലും കയ്യിലിരിപ്പ് കൊണ്ട് ഇപ്പോൾ സതീശനാണ് ഇപ്പോൾ മൂത്തത്. ഇരുവരും തമ്മിലുള്ള മഞ്ഞുരുകിയത്രേ, തർക്കങ്ങളൊക്കെ പറഞ്ഞ് തീർത്തത്രേ. അതിന് ഇരുവരും എപ്പോഴാണ് അടിച്ചു പിരിഞ്ഞത്? സമരാഗ്നിയിലും തെരഞ്ഞെടുപ്പ് വേളയിലും ഇരുവരും ഒന്നിച്ചായിരുന്നല്ലോ. കെ സുധാകരൻ നിഷ്കാസനമായിരുന്നല്ലോ ഇരുവരുടെയും അജണ്ട. അതിനിടെ എപ്പോഴാണ് അവർ പിണങ്ങിയത്? ആലപ്പുഴയിൽ സുധാകരൻ സതീശനെ മാ ചേർത്ത് അസഭ്യം വിളമ്പിയപ്പോൾ ആശ്വസിപ്പിക്കാൻ ആദ്യം എത്തിയത് ചെന്നിത്തലയായിരുന്നു. പക്ഷെ പിന്നീട് കാര്യങ്ങൾ കർണം പറഞ്ഞു. എപ്പോഴാണോ ഹൈക്കമാൻഡിൻ്റെ അംഗീകാരത്തോടെ കെ സുധാകരൻ KPCC അധ്യക്ഷ പദവിയിലേക്ക് തിരികെ വന്നത്, എപ്പോഴാണോ KC വേണുഗോപാൽ സുധാകര പക്ഷത്തേക്ക് കൂറുമാറിയത്, അപ്പോൾ മുതൽ സതീശൻ രമേശ് ചെന്നിത്തലയിൽ നിന്നും അകലാൻ തുടങ്ങി. സാധാരണഗതിയിൽ കോൺഗ്രസിലെ നേതാക്കൾക്കിടയിൽ തർക്കങ്ങളുണ്ടായാൽ ഒപ്പം നിൽക്കുന്ന ഒരു മുതിർന്ന നേതാവ് ഇടപെട്ട് പരിഹരിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇരുവരും തമ്മിൽ തർക്കം പരിഹരിക്കേണ്ട കെ സുധാകരൻ തന്നെ ഇരുവരുടെ ശത്രുപക്ഷത്താണ്. അപ്പോൾ എന്ത് ചെയ്യും? പിന്നെ ഇക്കണ്ട കാലം അത്രയും കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ അടി, ഇടി, വെട്ട്, കുത്ത്, കുതികാൽ വെട്ട്, തെറിവിളി ഇതൊക്കെ നടക്കുമ്പോൾ ഇടയിൽ ചാടി വീണ് അതൊക്കെ ഏറ്റുവാങ്ങി പരിഹരിച്ചു വന്നിരുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു, സാക്ഷാൽ ഉമ്മൻചാണ്ടി. അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ അഭാവം നന്നായി ഫീൽ ചെയ്യുന്നുണ്ട് കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ. വി.ഡി. സതീശനും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയ്ക്കുമിടയിലെ ഭിന്നതയ്ക്ക് പരിഹാരമായി എന്നാണ് ഇരുവരുടെയും പ്രസ് സെക്രട്ടറിമാർ പറയുന്നത്. ഇപ്പോൾ ഇടഞ്ഞു നിന്ന മാവേലിക്കര കൊമ്പനെ ചെന്നിത്തലയെ രാവിലെ സതീശൻ വീട്ടിൽ ചെന്നാണ് സന്ദർശിച്ചത്. കഴിഞ്ഞ UDF യോഗത്തിൽ പ്രസംഗിക്കാൻ ക്ഷണിക്കാത്തതിൽ ചെന്നിത്തലയ്ക്ക് അതൃപ്തി ഉണ്ടായിരുന്നു. അയ്യോ, ഞാൻ പേര് വിളിക്കാൻ വിട്ടുപോയി എന്നാണ് സതീശൻ പറഞ്ഞ കാരണം. അത് ചെന്നിത്തല അംഗീകരിക്കുകയും ചെയ്തു. മുന്നണി യോഗങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന പരാതിയും ചെന്നിത്തലയ്ക്ക് ഉണ്ടായിരുന്നു. മെസ്സേജ് അയച്ചിരുന്നു, കിട്ടിയില്ലേ, ഇനി ഞാൻ നേരിട്ട് വിളിച്ചു പറയാമെന്നാണ് ഈ പരാതിക്ക് സതീശിൻ്റെ പരിഹാരം. ഇതോടെ സതീശിൻ്റെ വഴുതക്കാട് സന്ദർശനം വിജയിച്ചു. രമേശ് ചെന്നിത്തലയുമായി ഒരു പ്രശ്നവുമില്ലെന്നും ഞങ്ങൾ തമ്മിൽ സഹോദര ബന്ധമാണെന്നും സതീശൻ ബ്രീഫ് ചെയ്തു. ആശയവിനിമയത്തിൽ വന്ന ചില പ്രശ്നങ്ങളുണ്ടായതെന്നും ഇനി അത്തരമൊരു പ്രശ്നമുണ്ടാകാതെ ഞങ്ങളുടെ പ്രസ് സെക്രട്ടറിമാർ നോക്കിക്കൊള്ളുമെന്നും വി.ഡി. സതീശൻ വിശദീകരിച്ചു കഴിഞ്ഞു. സതീശിൻ്റെ ചില നിലപാടുകൾ, നടപടികൾ അതൊക്കെ രമേശ് ചെന്നിത്തലയ്ക്ക് കയറി കൊണ്ടതിൽ കാര്യമുണ്ടായിരുന്നു. കുറേക്കാലം രാഷ്ട്രീയ വനവാസത്തിലായിരുന്നല്ലോ ചെന്നിത്തല. പ്രതിപക്ഷ നേതാവായതുമില്ല, ഹൈക്കമാൻഡിലെ പിടിവള്ളി വിട്ടു പോകുകയും ചെയ്തു. ഉമ്മൻചാണ്ടി അന്തരിക്കുകയും ചെയ്തു. ഇതോടെ ആരുമില്ലാത്ത അവസ്ഥയിലായി. സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് പ്രചരണ സമിതി ചെയർമാനായി എന്നതാണ് കുറേ കാലത്തിന് ശേഷം ആകെ ചെന്നിത്തലയ്ക്ക് കിട്ടിയൊരു പദവി. എന്നാൽ പിന്നെ KPCC പ്രസിഡന്റ് ആകാമെന്ന് പിന്നീട് വിചാരിച്ചു, നടന്നില്ല. കെ സുധാകരൻ തിരികെ കസേരയിലെത്തി. അപ്പോൾ വി.ഡി. സതീശനറിയാം ചെന്നിത്തലയുടെ അടുത്ത നോട്ടം പ്രതിപക്ഷ നേതാവ് പദവിയാണെന്ന്. എങ്ങാനും സുധാകരനൊപ്പം ചേർന്ന് പണി തുടങ്ങിയാൽ നിഷ്പ്രയാസം നിഷ്കരണം രമേശ് KPCCയുടെ അധ്യക്ഷ പദവിയിലിരിക്കും. അപ്പോൾ പിന്നെ മഞ്ഞുരുക്കുന്നതാണ് നല്ലതെന്ന് സതീശന് നന്നായി അറിയാം. അതുതന്നെയാണ് സംഭവിച്ചത്. ഇനി 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കാത്തിരിക്കുന്ന സതീശനും ചെന്നിത്തലയും മറക്കാൻ പാടില്ലാത്ത രംഗമാണ് കഴിഞ്ഞ ദിവസം ചേർന്ന നേതൃയോഗത്തിൽ ഇന്ദിരാഭവനിൽ നടന്നത്. ഇങ്ങനെ പോയാൽ KC വേണുഗോപാൽ UDFിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കും. KPCC നേതൃയോഗത്തിൽ KPCC പ്രസിഡന്റ് കെ സുധാകരൻ തന്നെ പറഞ്ഞത് KC വേണുഗോപാലിൻ്റെ സാന്നിധ്യത്തിലാണ് സാഷ്ടാംഗം താങ്കളെ പ്രണമിക്കുന്നുവെന്ന്. KPCC അധ്യക്ഷൻ വരെ അങ്ങനെ പറഞ്ഞപ്പോൾ KC വേണുഗോപാലിന് ഉറപ്പായി ഒരൽപ്പം ആത്മവിശ്വാസമായി ഇനി കേരളത്തിലേക്ക് സേഫായി ലാൻഡ് ചെയ്യാം. KCയുടെ രാജീവനാന്ത അഭിലാഷമാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുക എന്നത്. അതിൻ്റെ പണി ഉടൻ തുടങ്ങിയിരിക്കും മൂപ്പര്. അതിനുള്ള സമയവുമായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദേശീയ തലത്തിലും കേരളത്തിലും കോൺഗ്രസിനുണ്ടായ നേട്ടത്തിൽ KC വേണുഗോപാലിന് യോഗത്തിൽ നേതാക്കളുടെ അഭിനന്ദന പെരുമഴയായിരുന്നു. അപ്പോൾ രമേശിനും സതീശനും കൈവിട്ടാൽ അവിടെ KC പിടിച്ചു കയറുമെന്ന് ഉറപ്പായി.